ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ കായിക വാർത്തകളിലേക്ക് കടക്കാം. ഈ വീക്കെൻഡിൽ നടന്ന പ്രധാന സംഭവങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയം തന്നെയാണ്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഒരിക്കൽ കൂടി ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. T20യിൽ 13 വർഷത്തെ അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫി അടിച്ചതിന് ശേഷം ഒരു ICC ട്രോഫി ഇന്ത്യ വീണ്ടും നേടിയിരിക്കുകയാണ്. 10 വർഷത്തിൽ കൂടുതലായി ഒരു ICC ട്രോഫി നേടിയിട്ട് എന്നുള്ളത് തന്നെ ഒരു ഇന്ത്യൻ ടീമിനെ പോലൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാലഘട്ടം തന്നെ ആയിരുന്നു. 10 വർഷം ടീം ഇത്രയും നല്ല ടീം ഉണ്ടായിരുന്നു, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്, രോഹിത്, കോഹ്ലി എല്ലാവരും ഉണ്ടായിട്ടും ഒരു ICC ട്രോഫി ഇതിനിടയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അതിലും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഫൈനലുകൾ, നമ്മൾ തോറ്റ ഫൈനലുകൾ, ശ്രീലങ്കയ്ക്കെതിരുള്ള ഫൈനൽ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളെല്ലാം തോറ്റത് എന്തായാലും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വേദന തന്നെയായിരുന്നു. അതിനെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി T20 വേൾഡ് കപ്പ് നേടാൻ രോഹിത്തിനും സംഘത്തിനും കഴിഞ്ഞിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് കോഹ്ലിയുടെയും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെയും ബോളിങ്ങും കോഹ്ലിയുടെ ബാറ്റിങ്ങും തന്നെയാണ്. കോഹ്ലി മാൻ ഓഫ് ദ മാച്ചായി ഫൈനലിൽ, ജസ്പ്രീത് ബുംറ മാൻ ഓഫ് ദ ടൂർണമെൻറ്റ്. ബുംറ ഒന്നും പറയാനില്ല, വേൾഡ് ക്ലാസ് ബൗളർ, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച റൈറ്റ് ഹാൻഡ് ബോളർ എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ കോഹ്ലി നടത്തിയ രക്ഷാപ്രവർത്തനം, വിക്കറ്റുകൾ പോയപ്പോഴും രോഹിത് അതുപോലെ പന്തിൻ്റെ ഒക്കെ വിക്കറ്റ് പോയപ്പോഴും ഏകദേശം അതും സൗത്ത് ആഫ്രിക്കൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് അറിയുമ്പോൾ അവർ പിന്നെ അതുപോലെ അതിൽ പിടിച്ച് കയറുമെന്നാണ് കരുതിയത്. പക്ഷെ ഉണ്ടായില്ല. കോഹ്ലിയുടെ സമയോചിതമായ ഇടപെടൽ, രക്ഷാപ്രവർത്തനം, ഇന്ത്യ നല്ലൊരു സ്കോറിന് അടിച്ചെടുത്തു. ആ പിച്ചിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്കോറിനായിരുന്നു 171. അതിനുശേഷം ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് എടുത്ത് പറയേണ്ടതെന്നാണ് കരുതുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ഒരു കൃത്യമായ ഇടവേളയിൽ ഇടക്കൊന്ന് രണ്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടായത് ഒഴിച്ചാൽ എപ്പോഴും നല്ല വിക്കറ്റ് എടുത്തുകൊണ്ട് അവരുടെ ബാറ്റിങ്ങിൻ്റെ ഫ്ലോ കളയാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത്. പിന്നെ അതുപോലെ അവസാനത്തെ 5 ഓവറിലെ പ്രകടനം, ഈ വേൾഡ് ഫൈനലിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ചെയ്യുന്ന അവസാനത്തെ 5 ഓവർ. അതുവരെ അപ്പർ ഹാൻഡ് രണ്ട് ടീമിലുണ്ടായിരുന്നു, മാറി പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ സൗത്ത് ആഫ്രിക്കൻ്റെ പാർട്ട്ണർഷിപ്പ് സ്ട്രോങ് ആവുമ്പോൾ നമ്മൾ വിചാരിച്ചു, ആക്സറിൻ്റെ ഓവറൊക്കെ വന്നപ്പോൾ വിചാരിച്ചു ഏകദേശം കൈവിട്ട് പോയി എന്നുള്ളത്. പക്ഷേ അവസാനത്തെ 5 ഓവർ പേസർമാർ വന്നു, അതോടെ മത്സരം ഫുള്ളായിട്ട് ഇന്ത്യൻ്റെ കൺട്രോൾ തന്നെയായി. ഒരു വേൾഡ് ക്ലാസ് പ്രകടനം തന്നെയായിരുന്നു അവസാനത്തെ 5 ഓവർ. സൗത്ത് ആഫ്രിക്ക ഒന്നും ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ബോളിൽ മില്ലർ നിന്നപ്പോൾ അവർക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഓവറിൽ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് എന്ന് പറയാനില്ല, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ്. ബൗണ്ടറി ലൈനിൽ നിന്ന് ബോൾ ക്യാച്ച് ചെയ്തത്. പിന്നെ എടുത്തു വരേണ്ട 2 പേര് തോന്നുന്നത്, ഒന്ന് അക്സർ പട്ടേലും അതുപോലെ ശിവൻ ഡുബെയാണ്. 2 പേര് ബാറ്റിങ്ങിലാണ് കാര്യമായിട്ട് കളഞ്ഞത്. അക്സർ ആ ഒരു ഓവർ ബോളിങ്ങിൽ കുറച്ച് പിറകോട്ട് പോയെങ്കിലും അക്സർ 24 റൺസുമായിട്ട് 24 റൺസ് ആ ഓവറിൽ കൊടുത്തത്. പക്ഷേ അതിൽ 47 റൺസ് എടുത്തു. നല്ലൊരു ക്രൂഷ്യൽ റൺസ് തന്നെയാണ്. അതുപോലെ ശിവൻ്റെ കൂടെ 27 റൺസ്, 2 പേരും വളരെ ക്രൂഷ്യലായിട്ടുള്ള റൺസിന് അടിച്ചെടുത്തു. അത് ഫ്രണ്ട് ലൈൻ ബാറ്റ്സ്മാൻമാരൊക്കെ കയറിയ സമയത്ത് ഇവരുടെ റൺസ് എന്ന് പറയുന്നത് വളരെ വലുപ്പം തന്നെയാണ്. പിന്നെ അതുപോലെ ബോളർമാർ ഇതിൽ ബുംറ, അതുപോലെ ഹർഷദീപിൻ്റെ പേര് എന്തായാലും പറയണം. കാരണം അവസാനത്തെ ഓവറിലൊക്കെ അത്ര പ്രഷറൊക്കെ ഉണ്ടായിട്ടും യങ്സ്റ്റർ നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു. പിന്നെ റിട്ടയർ ആവാൻ പോകുന്നത് രോഹിത്. കോഹ്ലി ഏതായാലും ഇതോടെ ഇന്ത്യൻ T20 ടീമിനോടൊപ്പം ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. 2 പേരുടെയും, പ്രത്യേകിച്ച് രോഹിത്തിൻ്റെ ഒക്കെ T20 ബാറ്റിംഗ് നമ്മൾ ഇന്ന് കാത്തിരുന്ന് കാണുന്നത് തന്നെയാണ്. ഒന്ന് വെടിക്കെട്ട് അഥവാ ഒന്ന് ഫോമായാൽ, അതേപോലെ എന്തായാലും ഫോമായാൽ പിന്നെ അത്രയും കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു T20. ഇനിയിപ്പോൾ എന്തായാലും IPL T20 കളിക്കുന്നുള്ളതുകൊണ്ട് ബാറ്റിംഗ് ഇനിയും കാണാം. പിന്നെ അതുപോലെ വിക്കറ്റിൽ നടന്ന മറ്റേ 2 മത്സരങ്ങളൊന്ന് യൂറോ കപ്പിലുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ വിജയം അതുപോലെ സ്പെയിൻ്റെ വിജയം. ഇംഗ്ലണ്ട് ഏകദേശം കൈവിട്ടെന്ന് തോന്നിയ മാച്ച് തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് ജൂഡ് ബെല്ലിംഗ്ഹാം, വേറെ ആരാണ് ആ സമയത്ത് അടിക്കാനുള്ളത്. അവസാനത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു കിഡിലും പൈസകൾക്ക് ഒന്നും പറയാനില്ല. ഇതുവരെ കൈവിട്ട് പോയി തോന്നിയതായിരുന്നു. അവർ സ്ലോവൊക്കെ ഫുള്ളായിട്ട് ലോ ബ്ലോക്കെല്ലാം ഇട്ട് നിന്നപ്പോൾ ഇംഗ്ലണ്ട് അവസാനത്തെ കുറച്ച് നിമിഷങ്ങളിലാണ് കുറച്ചെങ്കിലും ഒന്ന് നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ തോന്നിയത്. കളിച്ചു എന്നല്ല, അതും കളിച്ചു എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഗോൾ കണ്ടെത്താൻ കുറച്ച് ശ്രമങ്ങൾ നടത്തി. ബാക്കി പ്ലേ എല്ലാം കണക്ക് തന്നെയായിരുന്നു. പക്ഷേ ജൂഡിൻ്റെ ആ ഗോള് കിട്ടില്ല, വേറൊന്നും പറയാനില്ല. പിന്നെ അപ്പോൾ തന്നെ ഇഞ്ചുറി ടൈം തുടങ്ങിയപ്പോൾ തന്നെ ഹാരി കെയിൻ്റെ ഹെഡറും വന്നു. അത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായി പ്രഷർ ചെയ്തിട്ട് തന്നെ നേടിയെടുത്ത ഗോളാണ്. അങ്ങനെ ഒന്നും ഒരു ഇംഗ്ലണ്ട് ഫുൾ ടൈമിൽ കളിക്കണില്ല എന്നുള്ളതാണ്. അവർക്ക് നല്ല ടാലൻറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൗണ്ടർ അടിക്കാനാണെങ്കിൽ നല്ല സ്പീഡ് പ്ലേയേഴ്സ്, എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറ്റും, മുകളിൽ എടുക്കാൻ പറ്റിയ ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷേ എങ്ങനെ ആയാലും ഒരു ഗോളൊക്കെ അടിച്ചാലും മാത്രമല്ല, ഒരു ഗോൾ കുടുങ്ങിയാൽ പോലും പലപ്പോഴും നന്നായി കളിക്കണില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കൗട്ട് റൗണ്ടിലൊക്കെ സ്വിറ്റ്സർലൻഡിനെതിരെയാണ്. സ്വിറ്റ്സർലൻഡ് അറിയാൻ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അവരെ എങ്ങനെ മറികടക്കുന്നുള്ളത് കണ്ടതിനെ കാണാം. പിന്നെ അതുപോലെ സ്പെയിൻ്റെ വിജയം ഇന്നലെ എന്ന് പറയാനില്ല, തുടക്കത്തിൽ കുറച്ചൊന്ന് ജോർജിയക്കെതിരെ തുടക്കത്തിൽ നിന്ന് കുറച്ച് നേരം
പതറിയിട്ടില്ല, പക്ഷേ നന്നായി കളിച്ചു. പക്ഷേ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫസ്റ്റ് തന്നെ. അപ്പോൾ തന്നെ ചെറിയൊരു പ്രശ്നം മണക്കുണ്ടായിരുന്നു. കാര്യം ജോർജിയ കൗണ്ടർ അടിക്കാൻ നിൽക്കുകയാണ്. കൗണ്ടർ അടിച്ചാൽ ആ സമയത്ത് ക്വാർട്സ്കലിയൻ്റെ ഒക്കെ മൂവ്മെൻറ്റും പാസും സ്പീഡും എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. ആ സമയത്ത് വന്നു ജോർജിയൻ്റെ കൗണ്ടർ വന്നു. പക്ഷേ അത് നോർമൻഡിൻ്റെ ദേഹത്ത് തട്ടിയിട്ട് സെൽഫ് ഗോളായിട്ടാണ് മാറിയത്. സ്റ്റിൽ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. കാര്യം അവർ പ്ലാൻ ആയിരുന്നു ജോർജിയൻ്റെ ഫിറ്റ് ബാക്ക് ചെയ്യുക, നല്ല രീതിയിൽ കൗണ്ടർ ചെയ്യുക, അതിനുള്ള സ്പീഡുള്ള പ്ലേയേഴ്സ് ഉണ്ട്, സ്പീഡ് പാസ് ചെയ്യില്ല, ടെക്നിക്കൽ സ്കില്ലായിട്ടുള്ള പ്ലേയേഴ്സ് തന്നെ അവർക്ക് ഫ്രണ്ടിലുണ്ട്. ആ പ്രഷർ ഫലം കണ്ടു, ഗോൾ വീണു. പിന്നെ പക്ഷേ അതിനുശേഷം പിന്നെ സ്പെയിനിൻ്റെ ഒരു തേരോട്ടം തന്നെയാണ്. കാരണം ഗോൾ കണ്ടെത്താൻ അവർ എല്ലാ വഴിയും നോക്കി. അവസാനം റോഡ്രി സിറ്റിയിലൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ് ക്ലച്ച് ഗോൾസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. റോഡ്രി തന്നെ ഒരു ഗോളുമായിട്ട് കടന്നു വന്ന് നല്ലൊരു വാസന ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ലെമീനും നിൽക്കുവാണെങ്കിൽ രണ്ട് വിങ്ങിലും നല്ല കളിയുന്നു. പക്ഷേ ലെമീൻ്റെ ഇഷ്ടംപോലെ ഷോട്ടുകൾ പുറത്തുപോയി. പിന്നെ ലീഡ് ഗോൾ വന്നത് പക്ഷേ ലെമീൻ്റെ ക്രോസ് നിന്നു. ഫാബിൻ റൂയിസിൻ്റെ ഗോള് അത് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ലെമീൻ്റെ ക്രോസ് കറക്റ്റ് ഫാബിൻ റൂയിസ് മൊറോട്ട ഉണ്ടാവും ഫ്രണ്ടിൽ, പക്ഷേ ഫാബിൻ റൂയിസ് കയറി വരും ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായി തന്നെ ഡിഫൻഡറെ മാറി കിടന്ന് ഹെഡർ അടിച്ചു. പിന്നെ നിക്കോൻ്റെ കൗണ്ടർ ഗോൾ അടിപൊളിയായിരുന്നു. നല്ല സ്പീഡ്, പേസ്, ടെക്നിക്കലി താരത്തിനുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഒറ്റ ഗോളിൽ തന്നെ കണ്ടാൽ മതി. നല്ല പേസാണ്, നല്ല ഡ്രിബ്ലിംഗ് ആണ്. ഫിനിഷിങ് കുറച്ച് മോശമാണെങ്കിലും ആ ഒരു സ്കോറിങ് കൊള്ളായിരുന്നു. ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുമെന്ന് കരുതാം. പിന്നെ ഡാനിയോൾമോ പെട്രീനെ കയറ്റി ഇറങ്ങിയ ഡാനിയോൾമോ ഗോൾ അടിച്ചു. ടീം പിന്നെ ആ ഒരു ഫസ്റ്റ് ഗോൾ നേടിയ ശേഷം അത് തന്നെയാണ് സ്പെയിൻ്റെ പ്രശ്നം തോന്നുന്നത്. കാര്യം ആ ഒരു ഫസ്റ്റ് ഗോളോ അല്ലെങ്കിൽ ലീഡ് ഉയർത്താനുള്ള ഒരു സ്കോറിംഗ് കപ്പാസിറ്റി പലപ്പോഴും വരുന്നില്ല. അതും മിഡ്ഫീൽഡിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. റോഡ്രിഗോ അതുപോലെ ഫാബിൻ റൂയിസൊക്കെയാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഇവർ കൺസിസ്റ്റൻ്റായിട്ട് അടിക്കണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഫ്രണ്ട് ത്രീ ഒരു ഇനീഷ്യൽ അറ്റാക്ക് ഗോള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗോളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ജർമ്മനിക്കെതിരെയുള്ള ഒരു മത്സരമൊക്കെ പ്രശ്നമാണ്. കാര്യം ജർമ്മനി ഇതുപോലെ തന്നെ ആവും ചിലപ്പോൾ. അവർ കൗണ്ടർ അടിക്കാനാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ടീം നന്നായിട്ട് ഉയർക്കും. കാര്യം കൗണ്ടർ അടിക്കാനായിട്ടുള്ള സാനെ മുസിയാലൊക്കെയാണ്. അവർ ഒരു കൗണ്ടർ പോയാൽ പിന്നെ നോക്കണ്ട, അവരെന്തായാലും ഗോൾ സ്കോർ ചെയ്തിട്ടേ തിരിച്ചു വരുള്ളൂ. അങ്ങനത്തെ ടീമാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണാം. ലോകകപ്പിലും ഇവരുടെ ഈ ജർമ്മനി സ്പെയിൻ മത്സരം നമ്മൾ കണ്ടതായിരുന്നു. അത് പക്ഷേ ടാക്ടിക്കൽ ബാറ്റിലായിരുന്നു നല്ല രീതിയിൽ. അന്ന് ഫ്ലിക്കും ലൂയിസ് എൻട്രിക്കയും നല്ല രീതിയിൽ ടാക്ടിക്കൽ ബാറ്റിലായിരുന്നു. അത് പലപ്പോഴും ഫ്ലിക്ക് മിറർ ചെയ്ത് ലൂയിസ് എൻട്രിക്ക് ഫ്ലിക്കിൻ്റെ ടാക്ടിക്സ് വരെ മിറർ ചെയ്തിട്ട് അങ്ങനെ വരെ കളിച്ചിരുന്നു. നല്ല രീതിയിലുള്ള ഒരു മത്സരം ചെയ്യുന്നത്. പക്ഷേ അതിലും അറിയാം ഗോൾ സ്കോറിംഗ് ചെയ്യുന്ന രണ്ട് ടീമിൻ്റെ പ്രശ്നം. ഇനി അടുത്ത മത്സരത്തിൽ കാണാം, അടുത്ത മത്സരത്തിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ശരി, അതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. എന്തായാലും അഭിപ്രായം അറിയിക്കാം.